പക്ഷെ റാണി പത്മിനി പോലും ഇന്നായിരുന്നെങ്കിൽ അതിന് ഇതിലും വേറൊരു സ്പേസ് കിട്ടിയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ഞാൻ ചെയ്ത മിക്ക പടങ്ങളും വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഋതു ആണെങ്കിൽ പോലും ഈവൻ 22 FK, ബട്ട് അറ്റ്ലീസ്റ്റ് അത് വെൽ റിസീവ്ഡ് ആയിരുന്നു. പക്ഷെ അതുപോലും ആ സമയത്ത് ഇവിടെ ഭയങ്കര ഷോക്ക് വേവ്സ് ആയിരുന്നല്ലോ. സിറ്റി ഓഫ് ഗോഡ് വാസ് വേ ahead of its വേറെ സ്ഥലം. അത് ഇന്നും അത് ചിലപ്പോ ആയിട്ടില്ല. അതിന്റെ എഡിറ്റിംഗ് പാറ്റേണും അതിന്റെ ഒരു പാരലൽ സ്റ്റോറി നറേറ്റീവ്സും വേൾഡ് സിനിമയിലുണ്ട്. പക്ഷെ നമ്മുടെ സിനിമയിൽ അത് പുതിയ കാഴ്ചയായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്തൊരു ഭാഗ്യമാണ്. ഞാൻ ചെയ്തിട്ടുള്ള പല മൂവീസും അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം ചെയ്യുന്നു, അതെന്തൊരു എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ ഭാഗമാവാൻ കഴിയുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആഭാസം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. എനിക്കതെല്ലാം അപ്പൊ എന്നെ വേറെ രീതിയിൽ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്ന, എന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടുന്ന, എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന, അതൊക്കെ എനിക്ക് വേറെ രീതിയിൽ ഇഷ്ടമാണ്. ലൈക്ക് വേറെ രീതിയിൽ അതൊരു ഗ്രോത്ത് ആണല്ലോ. നമ്മൾ വേറെ മനുഷ്യരെ കാണുന്നു, വേറെ പെർസ്പെക്റ്റീവ്സ് സംസാരിക്കുന്നു, ഇടികൂടുന്നു ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് എന്നാണ് ഞാൻ എപ്പോഴും അതിനെ ഞാൻ വേറെ രീതിയിലാണ് കാണുന്നത്. ആ ഡിസ്കംഫർട്ടിനെ, ഗ്രീഫിനെ എല്ലാം ഗ്രോത്ത് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള എല്ലാ ഇമോഷൻസിനെയും